നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. என்ன மருந்து சார் சொல்லுங்க. പറഞ്ഞ അതനുസരിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച മാവ ഞാൻ കൊത്തിയറിയും കേട്ടോ. ഇത് നീ വാങ്ങിക്കുന്നല്ലാതെ വേറെ ഒരാളോട് ഇതിനെപ്പറ്റി നീ പറഞ്ഞ ആ നിമിഷം നീ തീരും കേട്ടോ. ஆமா சார் புரியும். ശരവണ, என்னம்மா? என்ன மேடம், என்னாச்சு? ஐயோ, என்னம்மா? அம்மா, என்ன? ഈ വീട്ടിലെ വേലക്കാരനാണ് നീ എന്ന് പറയുമ്പോ അത് തിരുത്തി ഈ കുടുംബത്തിലെ അംഗമാണ് നീ എന്ന് പറഞ്ഞവളാണ് ഞാൻ. അങ്ങനെ വിശ്വസിച്ചവളാണ് ഞാൻ. എന്തിന്റെ കുറവാണ് നിനക്ക് ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളത്? എന്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ? ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നത് പോലെ നിന്നോടും പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്നെ ചതിക്കാൻ എങ്ങനെയാണ് നിനക്ക് തോന്നിയത്? அம்மா, நீங்க என்ன சொல்லுது எனக்கு சத்தியமா புரியல. അറിയില്ല അല്ലേ? ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നിനക്കറിയില്ല അല്ലേ? പക്ഷെ ഞാൻ ഒരുത്തനെ മാത്രമേ അതിന്റെ കാരണക്കാരനായി കണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഇരുട്ടിൽ നിന്ന് കളിക്കുന്നത് നീയാണെന്ന്. மேடம், நான் நித்யா மேடம், அம்மா என்ன சொல்றது எனக்கு புரியல. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? ഇത് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചത് നീയല്ലേ? அம்மா, நான் தான். அம்மா, அம்மா, വാങ്ങിച്ചത് നീയാണെങ്കില് ഇത് മേക്കപ്പ് ബോക്സിൽ കലർത്തിയത് നീയായിരിക്കുമല്ലോ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നിത്യമോളെ അപകടത്തിൽപ്പെടുത്താനോ അതോ ഇന്നലെ ഇവിടെ നടന്ന ഫംഗ്ഷൻ ആലുംകൊലപ്പെടുത്താനോ? அம்மா, எனக்கு ஒண்ணுமே புரியலம்மா. இது என்ன மருந்துன்னு போல எனக்கு தெரியாது. என்னோட வாங்கி கொண்டு வரான் പറഞ്ഞത് ജീവൻ സാർ. ജീവനാണ് നിന്നെ പറഞ്ഞയച്ചതെന്ന് എന്താണ് തെളിവ്? നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ஆமா, என்கிட்ட தெளிவு இருக்கு. കുറച്ചു കാലമായി ജീവ സാർ என்ன சொன்னாலும் அதுக்குள்ள ஒரு ப்ராப்ளம் இருக்குன்னு எனக்கு தெரியும். അവർ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് മാഡം. അതെന്നെങ്കിലും കണ്ടുപിടിച്ചാൽ എന്നെ എങ്കേർന്ന് വെളിയിലാക്കുമെന്ന് എനിക്ക് தெரியும். ആനാ അവർ എന്നോട് ചൊല്ലത് நான் வீடியோ பிடிச்சு வச்சிருக்கு. இத பாருங்க. നീ പെട്ടെന്ന് പോയി ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വാ. யாருக்கு சார்? അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത്? ജോലിക്കാരൻ നിർത്തിയിരിക്കുന്നത് മുതലാളിമാര് പറയുന്ന ജോലി ചെയ്യാനാ. പോയി വാങ്ങിച്ചോണ്ട് വാ. இது எதுக்குள்ள மருந்து சார்? இல்ல சார், ஒன்னும் தெரியாம போய் வாங்கி வந்து நீங்க இது வச்சு ஏதாவது பண்ணியா எனக்கு தானே ப்ராப்ளம். இது என்ன மருந்து சார் சொல்லுங்க. പറഞ്ഞ അതനുസരിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച മാവ ഞാൻ കൊത്തിയറിയും കേട്ടോ.
ഇത് നീ വാങ്ങിക്കുന്നല്ലാതെ വേറെ ഒരാളോട് ഇതിനെപ്പറ്റി നീ പറഞ്ഞ ആ നിമിഷം നീ തീരും കേട്ടോ. ആമാ സാർ, പുരി. அம்மா, இதுதானம்மா நடந்தது. எனக்கு எல்லாமே இந்த குடும்பம் தானம்மா. என்னோட அப்பா அம்மா அவரெல்லாம் வருஷத்துல ஒரு வாட்டியோ 2 வாட்டியோ தானம்மா போய் பாக்குறேன். அதுக்கு மீது பார்க்கணும் எல்லாம் உங்களை தானம்மா. நான் உங்களை மேடம்னு தான் கூப்பிடுறேன். പക്ഷേ உள்ளால நான் அம்மான்னு தான் கூப்பிடுறேன். அந்த அம்மாவை நான் சதிக்கும் அம்மா. அப்படி ஒரு நினைப்பு வந்தா கழுத்துல ஒரு கயிறு போட்டு சரவணம் போயிடும் அம்மா. அம்மா அம்மா அவர் சொன்னதை பண்ணாம இருந்தா அவர் என்ன இங்க இருந்து வெளியிலே போட்டுடும் அம்மா. அதுக்கப்புறம் நான் ஒரு அனாதையாயி போயிடலையா அம்மா. அம்மா, அம்மா, തല്ലിപ്പോയതിന് ഈ അമ്മയോട് നീ ക്ഷമിക്കുക. നിന്റെ മനസ്സിലുള്ളതൊക്കെ നീ പറഞ്ഞു തീർത്തല്ലോ. എല്ലാവരും ചോദിക്കുമ്പോ മക്കള് 3 പേര് വീട്ടിലുണ്ടെന്നാ ഞാൻ പറയാ. അമ്മ, അത് നിന്നെയും കൂടി കൂട്ടിയാണ്. അയ്യോ അമ്മ, അമ്മ. സ്നേഹിക്കുന്നവരെ അമ്മയ്ക്ക് അറിയാടോ, ദ്രോഹിക്കുന്നവരെ ജീവ. അമ്മേ, തെളിവോട് അവനെ പിടികൂടാനാണ് ഞാൻ കാത്തിരുന്നത്. ഇതോടെ എല്ലാം തീർന്നു. എന്റെ മകനൊരു കുറ്റവാളിയ. അവനിനി നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.